2026 ആദ്യത്തെ 100 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ് ജയസൂര്യ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ആടുത്രി എന്ന് പറയുന്ന സിനിമ. 100 കോടി ക്ലബ്ബ് എന്ന് പറയുന്ന വളരെ വിദൂരമായിട്ട് മാറുന്ന ഈ ഒരു സാഹചര്യത്തിൽ വെറും 7 ദിവസം കൊണ്ടാണ് മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ആടുത്രി എന്ന് പറയുന്ന സിനിമ 100 കോടി കളക്ഷൻ നേടിയിരിക്കുന്നത്. അതൊക്കെയാണ് മലയാളത്തിൽ അഭിമാനകരമായിട്ട് മാറുകയാണ് ഈ സിനിമ. ജയസൂര്യ മിഥുൻ മാനുവൽ കൂട്ടിൽ ഒന്നിച്ച മൂന്നാമത്തെ ചിത്രമായിരുന്നു ആടുത്രി എന്ന് പറഞ്ഞ സിനിമ. ആട് ആദ്യ ഭാഗം തിയേറ്ററുകളിൽ പരാജയമായിരുന്നെങ്കിലും പിന്നീട് DVD റിലീസിനും മിനി സ്ക്രീനിനും വൻ വിജയമായിട്ട് മാറുകയായിരുന്നു. ആട് 2 പിന്നീട് തിയേറ്ററിലെത്തി വൻ വിജയമായിട്ട് മാറി. ഏകദേശം 8 വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ഷാജി പാപ്പിന്റെ കൂട്ടരുടെ മൂന്നാമത്തെ വരവും ചില്ലറ പരിപാടികളിലായിരുന്നു. വലിയൊരു ക്യാൻവാസി ബിഗ് ബഡ്ജറ്റിലായിരുന്നു ചിത്രം ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാലും അതിനൊത്തൊരു പ്രതിഫലം ഇപ്പോഴത്തെ ചിത്രം തിയേറ്ററിൽ നിന്നും നേടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിൽ വിജയ് ബാബു എന്ന ആദ്യ 2 ഭാഗങ്ങൾ നിർമ്മിച്ചിരുന്നെങ്കിൽ ഇത്തവണ കാവ്യ ഫിലിംസിന്റെ ബാനറിൽ വേണു കുന്നപ്പള്ളിയും കൂടെ ചേർന്നാണ് 3ാം ഭാഗം ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോഴത്തെ വിജയ് ബാബു തന്നെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ചിത്രം 101 കോടി രൂപ ആദ്യ 7 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 40 കോടിക്ക് അടുത്തുള്ള തുക കണ്ടെത്തിയ ചിത്രം ഗൾഫ് മാർക്കറ്റിൽ നിന്നാണ് ഏകദേശം 50 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ കളക്ഷനായിട്ട് ഏകദേശം 45 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം വിദേശ മാർക്കറ്റിൽ നിന്നും ഏകദേശം 57 കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ 7 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 101 കോടി പിന്നിട്ടതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ആദ്യ 2 ഭാഗങ്ങളെക്കാൾ വലിയൊരു സ്വീകാര്യത തന്നെ 3ാം ഭാഗത്തെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പാർട്ട് 2 ചിത്രം നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ആടിന്റെ ഒരു സീരീസൂടെ വന്നാലും പ്രേക്ഷകർ സുഖമായിട്ട് ഷാജി പാപ്പിനെയും കൂട്ടരെയും കൈവിടാതെ കൂടെ കൂട്ടുന്ന ഉറപ്പിക്കാവുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തിയേറ്ററുകളെ കോമഡികളെല്ലാം തന്നെ വർക്കാവുകയും ഇനി വെക്കേഷൻ സമയമാണ്. വീക്കെൻഡ് ഡേയ്സുകളിലൊക്കെ ചിത്രം വൻ തരംഗമായിട്ട് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അപ്പോൾ ആടുത്രി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.